ശരിക്കും പറഞ്ഞ സ്ത്രീകളിൽ പ്രത്യേകിച്ച് ഒരു 30 വയസ്സിന് ശേഷമുള്ള സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ്. ഒരു കോമൺ ആയിട്ട് കംപ്ലൈന്റ് പറയുന്ന ഒരെണ്ണമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാലിൽ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും കാലിൽ നീര് വെക്കാൻ തുടങ്ങും. ഇങ്ങനെ നമ്മൾ കടന്നു കഴിഞ്ഞാൽ കുറേ നേരം കാല് തിരുമ്മുക, എണ്ണയിട്ട് തൂക്കുക, ചൂട് പിടിക്കുക, ഇതൊരു ഒരു കലാപരിപാടിയാണ് ഭൂരിഭാഗം വീടുകളിൽ. എപ്പോഴും പറയുന്നുണ്ടെന്നാ വൈകുന്നേരം ആകുമ്പോഴത്തേനും കാല് നീര് വെക്കും ഡോക്ടർ, എനിക്ക് പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ. ശരിക്കും ഇത് ഇന്റേണൽ വെരിക്കോസിന്, കാരണം അവർക്ക് ശരിക്കും വെരിക്കോസിൽ 2 തരമുണ്ട്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് നരമ്പ് തടിച്ച് വന്നിട്ട് കാലിൽ നീര് വരുന്നു, വേദന വരുന്നു, കഴപ്പ് വരുന്നു, കളർ മാറുന്നു, ചൊറിയുന്നു, പൊട്ടുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് വരുന്നത്. പക്ഷെ പലപ്പോഴും വെയിൻ ബൾജാന്ന് അറിയത്ത് പോലുമില്ല. ഇന്റേണൽ ആയിട്ടാണുള്ളത്, ഉള്ളിലായിരിക്കും. പക്ഷേ നമ്മൾ ആ തിരിച്ചറിയുന്ന എപ്പോഴാന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാവിലെ കാലിൽ നീരൊന്നുമില്ല, രാത്രി ആകുമ്പോഴത്തേനും നല്ല നീര് വരുന്നു. അതിൻ്റെ അർത്ഥം ഇന്റേണൽ ആയിട്ടുള്ള വെരിക്കോസ് കണ്ടീഷൻ ഉണ്ട്. അത് ഈസി ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്ത് ക്ലിയർ ആക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ ആ ഒരു കാര്യത്തിൽ വേണ്ടി പോകണമെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ബോഡി വെയിറ്റ് കൺട്രോൾ ആണോ നോക്കണം. ഒരു 165 സെന്റിമീറ്റർ ഉള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 60-65 കിലോ ഒക്കെ മാക്സിമം ഓക്കെ. പക്ഷെ അതിനേക്കാളും കൂടുതൽ 10-20-30 കിലോ ഒക്കെ കയറ്റി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ മാറത്തില്ല, കൂടത്തേ ഉള്ളൂ. അപ്പോൾ ആദ്യം ബോഡി വെയിറ്റ് ഇതാക്കണം, ക്ലിയർ ആക്കണം. പിന്നെ പ്രത്യേകിച്ച് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന ഫുഡുകൾ, അതിലും പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ഫ്രൈഡ് ഫുഡ്, പാല് ഭയങ്കരമായിട്ട് ഇതിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ വൈകുന്നേരം ആകുമ്പോൾ നീര് വെക്കുന്ന ഒരു കണ്ടീഷൻ. അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് വരാൻ. പലപ്പോഴും കാല് കറുത്ത് വരിക, ചൊറിഞ്ഞ് പൊട്ടുക എന്ന രീതി വരുവാണെന്നുണ്ടെങ്കിൽ ഈ അയല, ചൂര, ഞണ്ട്, കൊഞ്ച്, ചെമ്മീൻ, കക്ക അങ്ങനത്തെ സാധനങ്ങൾ, അതേപോലെ തന്നെ നിലക്കടല, ഗോതമ്പിൻ്റെ ഐറ്റംസ്, ഗ്ലൂട്ടൻ കണ്ടന്റ്, ഇതൊക്കെ ആ പ്രശ്നങ്ങൾ കൂട്ടുന്നതാണ്. അപ്പോൾ ആ ഡയറ്ററി ചേഞ്ചസ് വരുത്തിയിട്ട് അതിലേക്കുള്ള മെഡിസിൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് എടുത്ത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വരുത്തിയിട്ട് ബോഡി വെയിറ്റ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് നിസ്സാരമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും.